Dear students, good morning everybody. അപ്പോൾ നമ്മൾ യൂണിറ്റ് 3 മെൻ ആൻഡ് മീഡിയ എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ തുടങ്ങാൻ പോണത്. ഓക്കെ, നമുക്ക് തുടങ്ങാനല്ലേ? മെൻ ആൻഡ് മീഡിയ. ഓക്കെ, വി ക്യാൻ സ്റ്റാർട്ട്. മെൻ ആൻഡ് മീഡിയ. ഓക്കെ, ലെറ്റ് us begin. Look at the picture shown below. താഴെ കൊടുത്ത ചിത്രം നോക്കി എല്ലാവരും. വാട്ട് ഡു ദിസ് പിക്ചർ ടെൽ us about? എന്തിനെ കുറിച്ചാണ് ഈ പിക്ചർ നമ്മോട് പറയുന്നത്? ഡു യു റിമെമ്പർ സ്റ്റോറീസ് ഇൻ വിച്ച് ബേർഡ്സ് ആൻഡ് ആനിമൽസ് ക്യാരീഡ് മെസ്സേജസ്? നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, പണ്ട് കാലത്ത് പക്ഷികളും മൃഗങ്ങളും എന്തായിരുന്നു, അവരൊക്കെ മെസ്സേജുകൾ, സന്ദേശങ്ങൾ കൈമാറിയുന്ന ഒരു കാലമുണ്ടായി. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? പക്ഷികൾ സന്ദേശങ്ങൾ കൈമാറി മറ്റുള്ളവർക്ക് കൊടുക്കുന്നൊരു കാലമുണ്ടായിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? സ്റ്റോറികൾ ഓർമ്മയുണ്ടോ? അങ്ങനത്തെ സ്റ്റോറികൾ. ഹൗ ആർ മെസ്സേജസ് കൺവേഡ് നൗഡേയ്സ്? നമ്മൾ ഇപ്പോഴെങ്ങനെയാണ് മെസ്സേജുകൾ കൺവേ ചെയ്യുന്നത്? ഇപ്പം എങ്ങനെയാണ് സന്ദേശങ്ങൾ മറ്റുള്ളവർ കൈമാറുന്നത്? എങ്ങനെയാണ്? The story of message. Nowadays, when we want to communicate, we either email a person or send an SMS. നോക്കി, nowadays നമ്മുടെ പുതിയ കാലത്ത്, ഇക്കാലത്ത് when we want to communicate, നമ്മളൊരാളോട് ആശയവിനിമയം നടത്താൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? വി ഐദർ ഇമെയിൽ എ പേഴ്സൺ, നമ്മൾ എന്ത് ചെയ്യും? ഒരാൾക്ക് ഇമെയിൽ ചെയ്യും, മെയിൽ ചെയ്യും. അല്ലെങ്കിലോ ഓർ സെൻഡ് ആൻ SMS, അല്ലെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ SMS അയക്കും, അല്ലേ? എവറിത്തിങ് ഹാപ്പൻസ് ബൈ ദി ക്ലിക്കിംഗ് ഓഫ് എ മൗസ്. എല്ലാ കാര്യവും ഒരു മൗസ് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടെ സംഭവിക്കുന്നു, അല്ലേ? എവറിത്തിങ് ഹാപ്പൻസ് ബൈ ദി ക്ലിക്കിംഗ് ഓഫ് എ മൗസ്. ഒരു മൗസ് ക്ലിക്ക് ചെയ്യുന്നതോടുകൂടെ SMS പോകുന്നു, മെയിൽ പോകുന്നു. ഓർ ദി പ്രസ്സിങ് ഓഫ് ഫ്യൂ ബട്ടൺസ്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബട്ടൺ എന്ത് ചെയ്യുക? പ്രസ് ചെയ്യുക, അല്ലേ? നമ്മളെന്ത് ചെയ്യും? മൊബൈൽ പ്രസ് ചെയ്യുമ്പോൾ SMS പോകും. അങ്ങനെ പ്രസ് ചെയ്യുന്നതോട് കൂടെ എന്ത് ചെയ്യും? മെയിൽ പോകും. നെക്സ്റ്റ്, ഇറ്റ് വാസ് നോട്ട് സോ ഇൻ ദി നിയർ പാസ്റ്റ്. ഇങ്ങനെ ആയിരുന്നില്ല എപ്പോഴും? പണ്ട് കാലത്ത്. ഇറ്റ് വാസ് നോട്ട് സോ ഇൻ ദി നിയർ പാസ്റ്റ്. ഇങ്ങനെ ആയിരുന്നില്ലെങ്കിൽ പണ്ട് ഇങ്ങനെ ആയിരുന്നില്ല. മോസ്റ്റ് പീപ്പിൾ wrote letters, put them in an envelope. എന്ത് ചെയ്യും? അധിക ജനങ്ങളും കത്തെഴുതും, എന്നിട്ടോ put them in an envelope. എന്ത് ചെയ്യും? എന്നിട്ട് എൻവലപ്പ് എന്ന് പറഞ്ഞാൽ കവറിലിടും. എന്നിട്ടോ got them stamped. എന്നിട്ടോ സ്റ്റാമ്പ് ഒട്ടിക്കും. ഡ്രോപ്പ്ഡ് them in a പോസ്റ്റ് ബോക്സിൽ കൊണ്ടുപോയിടും. ആൻഡ് waited patiently to hear from the other person. പിന്നെ എന്ത് ചെയ്യണം? നമ്മൾ വളരെ ക്ഷമയോടെ കാത്തിരിക്കണം മറ്റുള്ളവൻ്റെ റീപ്ലൈ കിട്ടാൻ വേണ്ടി, ഇല്ലേ? അങ്ങനെ ആയിരുന്നില്ല പണ്ട്. ഓക്കെ, back in the 1850 ലെറ്റേഴ്സ് വെൻറ്റ് ഓൺ ഹൗസ് ബാക്ക് ഫ്രം ദി ഈസ്റ്റ് ടു ദി വെസ്റ്റ് ഓഫ് അമേരിക്ക. അമേരിക്കയിലെ ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക്, പണ്ട് അമേരിക്കയിൽ കിഴക്കിൽ നിന്ന് പടിഞ്ഞാറിലേക്ക് എങ്ങനെയായിരുന്നു കൊണ്ടുപോയിരുന്നത്? എങ്ങനെയായിരുന്നു? ഹൗസ് ബാക്ക്, കുതിരപ്പുറത്തായിരുന്നു പണ്ട് കത്തുകൾ കൊണ്ടുപോയിരുന്നത്. ഓക്കെ, one freight company decided to speed things up by hiring 80 men to take the mile to the west on the horseback. എന്ത് ചെയ്തു? ഒരു ചരക്ക് കമ്പനികൾ, വൺ ഫ്രൈറ്റിംഗ് കമ്പനി മീൻസ് ചരക്ക് കമ്പനികൾ തീരുമാനിച്ചു എന്ത്? ടു സ്പീഡ് തിങ്സ് അപ്പ് ബൈ ഹിയറിംഗ് 8 men. എന്ത് 80 ആളുകളെ 80 ആളുകളെ
മനുഷ്യന്മാരെന്ത് ചെയ്യുക, വാടക എടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ സ്പീഡ് കൂട്ടാൻ വേണ്ടി തീരുമാനിച്ചു. എങ്ങനെ നോക്കി? ടേക്ക് മെയിൽ ടു ദി വെസ്റ്റ് ഓൺ ഹോസ്ബാക്ക്. ഇതിനൊന്നും കൂടെ സ്പീഡ് കൂട്ടാൻ വേണ്ടി അവർ തീരുമാനിച്ചു. അമേരിക്കയുടെ പടിഞ്ഞാറ് ഭാഗത്തേക്കുള്ള സ്പീഡ് കൂട്ടാൻ വേണ്ടി അവർ തീരുമാനിച്ചു. എന്നിട്ടോ ഇൻ 1860 ദി ഫോണി എക്സ്പ്രസ് വാസ് ഫോംഡ്. എന്ത് ചെയ്തു? 1860 എന്ത് ചെയ്തു? ഫോണി എക്സ്പ്രസ് എന്നൊരു സംഭവം എന്ത് ചെയ്തു? അവർ ഉണ്ടാക്കി, അവർ രൂപകൽപ്പന ചെയ്തു. The riders for the Phony Express were chosen for their light weight as well their riding ability. എന്ത് ചെയ്തു? ഈ ഫോണി എക്സ്പ്രസ് എന്നുള്ള ഒരു കമ്പനി എന്ത് ചെയ്തു? ഉണ്ടാക്കിയ ഒരു കമ്പനി എന്ത് ചെയ്തു? The riders for the Phony Express were chosen for their light weight as well their riding ability. അവരെന്ത് ചെയ്തു? അവർ തിരഞ്ഞെടുത്ത ആളുകൾ എങ്ങനെ? വെയ്റ്റ്, ലൈറ്റ്, റൈഡിങ് എബിലിറ്റി, ഇതൊക്കെ നോക്കിയിട്ട് എന്ത് ചെയ്തു? ഭാരക്കുറവും നല്ല കഴിവുള്ള ആളുകൾ നോക്കിയിട്ട് എന്ത് ചെയ്തു? ആളുകളെ സെലക്ട് ചെയ്തു. മോസ്റ്റ് ഓഫ് ദം വെർ യങ് ബോയ്സ്. അധികം ആൾക്കാർ ആരായിരുന്നു? നല്ല ചെറുപ്പക്കാരായിരുന്നു. ഇറ്റ് വെന്റ് ഫ്രം സെന്റ് ജോസഫ് മിസോറി to Sacramento, California, a distance of over 1,800 miles. എന്താണ് ഈ പാത? ഈ ഒരു വഴി സെൻറ്റ് ജോസഫ് മിസോറി മുതൽ കാലിഫോർണിയയിലെ സാക്രമെൻറ്റോ വരെയുള്ള 1800 മൈൽ നീളുന്ന ദൂരമാണ്. 1800 മൈൽ നീളുന്ന ദൂരമാണ്. ഓക്കെ. ഈച്ച് റൈഡർ റോഡ് എ ടോട്ടൽ ഓഫ് 75 മൈൽസ്. എന്ത് ചെയ്താൽ മതി? ഓരോ ആളുകളും, ഓരോ റൈഡർമാരും 75 മൈൽസ് സഞ്ചരിച്ചാൽ മതി. അപ്പോൾ എന്താവും? ആ നേരത്തെ 75 മൈൽ കഴിഞ്ഞാൽ ആഫ്റ്റർ 75 മൈൽസ് ചേഞ്ചിങ് പോണീസ് അറ്റ് ഡിഫറെൻറ്റ് സ്റ്റേഷൻ എന്ത് ചെയ്യും? അവരെന്ത് ചെയ്യും? കുതിരകൾ എന്ത് ചെയ്യും? മാറ്റും. പോണീസ് മീൻസ് കുതിരകൾ കേട്ടാ. കുതിരകൾ എന്ത് ചെയ്യും? അവർ 75 മൈൽ കഴിഞ്ഞ് കുതിരകൾ എന്ത് ചെയ്യും? ചേഞ്ച് ചെയ്യും. ഓക്കെ. കുതിരകളെ വ്യത്യസ്ത തലങ്ങൾ എന്ത് ചെയ്യും? ഒരേ കുതിരക്കാരിങ്ങനെ മാറും 75 മൈൽസ് കഴിഞ്ഞാൽ. ഓക്കെ. ദ മെയിൽ വാസ് ക്യാരീഡ് ഇൻ 4 leather box which were attached to special saddle blanket. എന്ത് ചെയ്യും? നമ്മുടെ ആ കുതിരയുടെ മുകളിലൂടെ ഇട്ട ഒരു പ്രത്യേക കമ്പിളിപ്പുറപ്പ് അതിനോട് ചേർത്ത് വെച്ച് എന്ത് ചെയ്യും? 4 പെട്ടികളിലാണ് എന്ത് ചെയ്യുക? കത്തുകളെ വഹിച്ചു പോയിരുന്നത്. നോക്കി. ദ മെയിൽ വാസ് ക്യാരീഡ് ഇൻ 4 leather box which were attached to special saddle blanket thrown over the saddle. കുതിരയുടെ അടുത്തുള്ള, കുതിരയുടെ മുകളിലുള്ള 4 തോൽപ്പെട്ടികളിലാണ് കത്തുകൾ വഹിച്ചു കൊണ്ടുപോയിരുന്നത്. ഓക്കെ. ദ ചേഞ്ചിങ് ഓഫ് പോണീസ് വാസ് ഡൺ ഇൻ 2 minutes. എന്ത് ചെയ്യും? 2 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യും? കുതിരകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. വളരെ 2 മിനിറ്റ്. ദ ചേഞ്ചിങ് ഓഫ് പോണീസ് വാസ് ഡൺ ഇൻ 2 minutes. 2 മിനിറ്റുകളെ കൊണ്ട് എന്ത് ചെയ്യും? കുതിരകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. The speed was bonus because it cut the average delivery time from several weeks to about 10 days. എന്ത് ചെയ്തു? പിന്നെ കാലക്രമേണ സ്പീഡ് കൂടി. ദ സ്പീഡ് വാസ് ബോണസ്. എങ്ങനെ കൂടിയത്? സ്പീഡ് ബോണസ് മീൻസ് സ്പീഡ് ഒന്നുകൂടി ഉഷാറായി. എങ്ങനെ? ബിക്കോസ് ഇറ്റ് കട്ട് ദി ആവറേജ് ഡെലിവറി ടൈം ഫ്രം സെവറൽ വീക്സ്. ഒരുപാട് ആഴ്ചകളാണ് നമ്മുടെ എന്ത് ചെയ്തത്? നമ്മുടെ ഈ ഒരു സംഭവങ്ങൾ, മെസ്സേജുകൾ എത്താൻ വേണ്ടി ഒരുപാട് ആഴ്ച എടുത്തിരുന്നു. അതെന്തായി? ടു അബൌട്ട് 10 days മാറി. 10 ദിവസമായി മാറി. സ്പീഡ് കൂട്ടിയപ്പോൾ എന്തായി? അത്
10 ഡേയ്സിലേക്ക് ചുരുങ്ങി. ആഴ്ചകൾ എടുത്തിരുന്നത് 10 ഡേയ്സിലേക്ക് ചുരുങ്ങി. The fastest trip was made in 7 days and 17 hours. ഏറ്റവും ഫാസ്റ്റായിട്ട് സന്ദേശം കൈമാറിയത് എത്ര ദിവസത്തിനുള്ളിലാണ്? ഒരാഴ്ചയും പിന്നെ 17 hours 17 മണിക്കൂറുമാണ് ഏറ്റവും സ്പീഡുള്ള സമയമായിട്ട് അവർ കണക്കൂട്ടിയത്, അഥവാ ഏറ്റവും സ്പീഡായിട്ട് അവർ കിട്ടിയത്. ദിസ് റെക്കോർഡ് വാസ് സെറ്റ് ബൈ ദി റൈഡർ carrying President Abraham Lincoln's first message to the US Congress. എന്താണ് ഏറ്റവും വേഗത കൂടിയ യാത്ര? പ്രസിഡന്റ് എബ്രഹാം ലിങ്കൻ്റെ ആദ്യ സന്ദേശം US കോൺഗ്രസിലേക്ക് വഹിച്ചു കൊണ്ടുപോയ കുതിരക്കാരനായിരുന്നു ഈ റെക്കോർഡ് ഇട്ടത്. അപ്പോൾ സ്പീഡ് കൂട്ടിയപ്പോൾ റെക്കോർഡ്, ഏറ്റവും വലിയ റെക്കോർഡ് എന്താണ്? 7 ദിവസവും 17 മണിക്കൂറാണ് ഏറ്റവും, അഥവാ ഒരു മെസ്സേജ് പെട്ടെന്ന് എത്താനുള്ള അന്നത്തെ ഏറ്റവും വലിയ സമയം. ഓക്കെ. ദി പൂർ റൈഡേഴ്സ് ഹാഡ് ടു റൈഡ് ത്രൂ അൺനോൺ ടെറേൻസ്. എന്ത് ചെയ്തു? ഈ പാവപ്പെട്ട കുതിരസവാരിക്കാർക്ക് എന്ത് ചെയ്തു? പരിചയമില്ലാത്ത സ്ഥലത്ത് കൂടെ സഞ്ചരിക്കേണ്ടതായി വന്നു, അല്ലേ? ഈ സഞ്ചാരികൾക്ക്, മെസ്സേജ് കൊണ്ടുപോകുന്ന സവാരിക്കാർക്ക് പരിചയമില്ലാത്ത സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കേണ്ടി വന്നു. നോക്കി, സം റൂട്ട്സ് എക്സ്പോസ്ഡ് ദം ടു അറ്റാക്സ് ഫ്രം റെഡ് ഇന്ത്യൻസ് ആൻഡ് ലെഡ് ദം ത്രൂ ഡേഞ്ചറസ് ടെറിട്ടറീസ്. എന്താണ്? ചില ആളുകൾക്ക്, ചില സഞ്ചാര പദങ്ങൾ, ചില സ്ഥലങ്ങൾ എന്ത് ചെയ്തു? റെഡ് ഇന്ത്യക്കാരുടെ ആക്രമണങ്ങൾക്ക് വിധേയരായി, അപകടകരമായ ഭാഗങ്ങളോട് നയിക്കുകയും ചെയ്തു. മനസ്സിലാവുണ്ടാവില്ലേ? ചില സ്ഥലങ്ങൾ എന്ത് ചെയ്തു? ഇവരെ ആക്രമിക്കാൻ തുടങ്ങി, ആളുകളെ ആക്രമിക്കാനൊക്കെ തുടങ്ങി. സം റൂട്ട്സ് എക്സ്പോസ്ഡ് ദം ടു അറ്റാക്ക് ഫ്രം റെഡ് ഇന്ത്യൻസ് ആൻഡ് ലെഡ് ദം ത്രൂ ഡേഞ്ചറസ് ടെറിട്ടറീസ്. അഥവാ വളരെ വിഷമകരമായ സംഭവങ്ങൾ എന്ത് ചെയ്തു? ഇന്ത്യക്കാർ, റെഡ് ഇന്ത്യൻസ് എന്ത് ചെയ്തു? ഇവരെ ആക്രമിക്കും, അതുപോലെ എന്ത് ചെയ്യുക? അപകടകരമായ വഴികളിലൂടെ പോവുക, അതൊക്കെ എന്ത് ചെയ്തു? ബുദ്ധിമുട്ടായി. Newspaper advertisement for riders listed one important requirement: orphans preferred. എന്ത് ചെയ്തു? ന്യൂസ് പേപ്പറിലൊക്കെ പരസ്യം കൊടുത്തിരുന്നതിന് റൈഡേഴ്സിന് ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് പരസ്യം അന്ന് കൊടുത്തിരുന്നു. പ്രത്യേകിച്ച് ആർക്കാണ് മുൻഗണന കൊടുത്തത്? ഓർഫൻസ്, അനാഥകൾക്ക് എന്ത് ചെയ്തു? മുൻഗണന കൊടുത്തു. അനാഥകൾക്ക് മുൻഗണന കൊടുത്തിരുന്നു. Though exciting, the Phoney Express was short-lived experiment. എന്ത് ചെയ്തു? നല്ല ആവേശം പോണി എക്സ്പ്രസ്സിന് ഉണ്ടായിരുന്നെങ്കിലും അധികകാലമൊന്നും എന്തായില്ല, അത് നിലനിന്നില്ല. Though exciting, the Phoney Express was short-lived experiment. It lasted for only 19 months. By then, there was എന്ത് ചെയ്തു? അധികം വല്ലാതെ ഫോണി എക്സ്പ്രസ് എന്ത് ചെയ്തു? ഫോണി എക്സ്പ്രസ് എന്നൊരു കമ്പനി, ഒരു നമ്മളെ എന്താണ് നമ്മളെ ഇതൊക്കെ ഇല്ലേ, പോസ്റ്റ് ഓഫീസ്, അതുപോലെ സംഭവമാണ്. അത് വന്നു, ഉഷാറായിട്ട് വന്നു, എങ്കിലും അത് അധികകാലമൊന്നും ഉണ്ടായില്ല. ദോ എക്സൈറ്റിംഗ് ദ ഫോണി എക്സ്പ്രസ് വാസ് ഷോർട്ട് ലീവ്ഡ് എക്സ്പെരിമെൻറ്റ്. ഇറ്റ് ലാസ്റ്റഡ് ഫോർ ഓൺലി 19 months. 19 മാസേ അത് നിലനിന്നുള്ളൂ. എന്നിട്ടോ ബൈ ദെൻ, ശേഷം എന്തായി? ദർ വാസ് എ ടെലഗ്രാഫ് ലൈൻ ഫ്രം കോസ്റ്റ് ടു കോസ്റ്റ്. എന്തു വന്നു അറിയോ? അത് കഴിഞ്ഞിട്ട് ടെലഗ്രാഫ് വന്നു. ടെലഗ്രാഫ് മീൻസ് എന്താണ്? നമ്മുടെ ടെലഗ്രാഫ് ഈ നദീ തീരപ്രദേശങ്ങളിൽ നിന്ന് തീരപ്രദേശങ്ങളിലേക്ക് എന്ത് ചെയ്തു? ടെലഗ്രാഫ് വന്നു. അത് വന്നപ്പോൾ എന്ത് ചെയ്തു? ഒന്നും കൂടെ എന്ത് ചെയ്തു? സ്പീഡ് കൂടി. ദർ വാസ് എ ടെലഗ്രാഫ് ലൈൻ ഫ്രം കോസ്റ്റ് ടു കോസ്റ്റ്, തീരപ്രദേശങ്ങളിൽ നിന്ന് തീരപ്രദേശങ്ങളിലേക്ക് കേട്ടോ. ദിസ് വാസ് ഡെഫിനറ്റ്ലി ഫാസ്റ്റർ വേ ഓഫ് സെൻഡിങ് മെസ്സേജ്. ഇതെന്തായി? ഒന്നും കൂടെ
മെസ്സേജ് സ്പീഡ് ചെയ്യാനുള്ള ഒരു മാർഗമായി. ഡെഫിനറ്റ്ലി ഫാസ്റ്റർ വേ, നല്ല സ്പീഡ് ഒന്നും കൂടെ കൂടി. ബട്ട് ഇൻവെൻഷൻ ഓഫ് ദി റേഡിയോ ബ്രോട്ട് ഇൻ ഗ്രേറ്റ് റെവല്യൂഷണറി ചേഞ്ച് ഇൻ ദി ഫീൽഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. എന്ത് ചെയ്തു? അപ്പോഴേക്ക് എന്തു വന്നു? റേഡിയോയുടെ കണ്ടുപിടുത്തത്തോടു കൂടി എന്ത് ചെയ്തു? ഈ വാർത്താവിനിമയം അല്ലെങ്കിൽ എന്ത് ചെയ്തു? ഈ ഒരു ആശയവിനിമയങ്ങൾക്ക് റിവല്യൂഷണറി ചേഞ്ച്, ഒരു വിപ്ലവകരമായ മാറ്റം വന്നു ഇൻ ദി ഫീൽഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ. ആശയവിനിമയത്തിൻ്റെ കാര്യത്തിൽ എന്ത് ചെയ്തു? നമ്മുടെ ഇൻവെൻഷൻ ഓഫ് ദി റേഡിയോ എന്ത് ചെയ്തു? ഇൻവെൻഷൻ ഓഫ് ദി റേഡിയോ എന്തുണ്ടായി? ഒരു റെവല്യൂഷണറി ചേഞ്ച്, ഒരു വിപ്ലവകരമായ റേഡിയോ കണ്ടുപിടുത്തത്തോടു കൂടി എന്തായി? ഒരു വലിയ മാറ്റം. ദ ബിഗ് ചേഞ്ച് ഇൻ ദി ഫീൽഡ് ഓഫ് ദി കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അപ്പോൾ ഓക്കെ, ഇൻഷാ അല്ലാഹ് നമുക്കൊന്ന് നിർത്തല്ലോ ഇവിടെ. ഓക്കെ, വി ക്യാൻ ഡിസ്കസ് നെക്സ്റ്റ്. Now we discussed here about the changing of the media. Media means communication. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ്റെ പണ്ട് കാലം മുതൽ നമ്മളിപ്പോൾ നിൽക്കുന്ന വരെയുള്ള ചേഞ്ചിങ്സ്, വ്യത്യസ്തമായ തരങ്ങളിലൂടെ എന്ത് ചെയ്തു? ഇപ്പോഴുള്ള വളരെ ആധുനികമായ രീതിയിലേക്ക് മാറിയ പണ്ട് മുതൽ ഫ്രം ദി ഫാസ്റ്റ് ടു പ്രസൻറ്റ് എങ്ങനെയാണ് നമ്മുടെ കമ്മ്യൂണിക്കേഷൻസ് എവിടെ വരെ എത്തി, എങ്ങനെയൊക്കെ അതിൻ്റെ ടൂൾസുകൾ മാറി വരുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ചാപ്റ്ററിലൂടെ പഠിക്കാൻ പോകുന്നത്. ഓക്കെ.